പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ്. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ആദ്യ ഹിന്ദു പോലീസ് ഓഫീസറായി ചുമതലയേറ്റ രാജേന്ദർ മേഘ്വാർ എന്ന ഓഫീസർ. പോലീസ് സർവീസ് ഓഫ് പാകിസ്ഥാനിലെ ആദ്യത്തെ ഹിന്ദു ഓഫീസറായി ചുമതലയേറ്റ രാജേന്ദർ ഫൈസലാബാദിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആയാണ് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. പാകിസ്ഥാനിൽ ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ തസ്തികകളിൽ ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ളവരുണ്ട് എങ്കിലും ആദ്യമായാണ് ഒരു ഹിന്ദു മതസ്ഥനായ വ്യക്തി ഒരു ഉയർന്ന തസ്തികയിൽ എത്തുന്നത്. പാകിസ്ഥാൻ സിന്ധിലെ ബദ്രിൻ ജില്ലാ സ്വദേശിയാണ് രാജേന്ദർ. കോമ്പറ്റേറ്റീവ് സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സായാണ് രാജേന്ദർ പാകിസ്ഥാൻ പോലീസിന്റെ ഭാഗമാകുന്നത്. പോലീസ് വകുപ്പിൽ സേവനം അനുഷ്ഠിക്കുന്നതിലൂടെ പാകിസ്ഥാനിലെ താഴെത്തട്ടിലുള്ള ജനങ്ങൾ നേരിടുന്ന ധാരാളം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് രാജേന്ദർ. മറ്റു വകുപ്പുകളിൽ ഇത് സാധ്യമല്ല എന്നും അദ്ദേഹം പറയുന്നു. രാജേന്ദർ മേഘ്വാറിന്റെ നിയമനം പാകിസ്ഥാൻ പോലീസിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർക്കും അഭിപ്രായമുണ്ട്. ഒരു ഹിന്ദു ഓഫീസർ സേനയുടെ ഭാഗമായതിൽ സന്തോഷമുണ്ട്. പോലീസ് സേനയിൽ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുന്നതിന് ഇത് സഹായകമാവും. ന്യൂനപക്ഷങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രത്യാശ പ്രകടിപ്പിച്ചത്. രാജേന്ദ്രന്റെ നിയമനം വ്യക്തിഗത നാഴികക്കല്ല് മാത്രമല്ല, പാകിസ്ഥാനിലെ ഹിന്ദു ന്യൂനപക്ഷത്തിന്റെ അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ് എന്ന് പാകിസ്ഥാൻ ഹിന്ദു മന്ദിർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം കൃഷൻ ശർമ്മ പറഞ്ഞു. രാജ്യത്തെ സിവിൽ സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യത്തിന്റെ സാധ്യതകൾ ഇത് വർദ്ധിപ്പിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പലപ്പോഴും പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന അവരുടെ വേദനകൾ, അവരുടെ അനുഭവങ്ങൾ, യാതനകൾ ഇതൊക്കെ വായിച്ചറിഞ്ഞവരാണ് നമ്മളിൽ പലരും. 2 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് വെച്ച് ഒരു ഹിന്ദു മഹാസമ്മേളനം നടന്നു, അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം. ഇവിടെ പാകിസ്ഥാനിൽ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടി വന്ന ചില ഹിന്ദുക്കൾ അവർ നേരിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. ജനിച്ചു വളർന്ന നാട്ടിൽ ഹിന്ദുവായതിൽ നേരിട്ട ദുരനുഭവങ്ങൾ പങ്കുവച്ച് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് പലായനം ചെയ്തെത്തിയ ഭൂരാലാൽ, ജയ് അഹൂജ എന്നീ പാകിസ്ഥാനി ഹിന്ദുക്കൾ എല്ലാം അവർക്ക് അവിടെ ഉണ്ടായിരുന്നതെല്ലാം കളഞ്ഞിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് ഓടിപ്പോകുന്നത്. അല്ലെങ്കിൽ അവർ മതം മാറ്റും, കൂലി നൽകാതെ അടിമയെ പോലെ പണിയെടുപ്പിക്കും, എതിർത്താൽ അവരുടെ സ്വകാര്യ ജയിലുകളിലാക്കി ക്രൂരമായി ദോഹിക്കും. പെൺകുട്ടികൾ ഉണ്ട് എങ്കിൽ തട്ടിക്കൊണ്ടുപോകും, അവൾ ഋതുമതിയാണ് എന്ന് വ്യാജരേഖയുണ്ടാക്കും. ശരിയാ നിയമം ശരിവെക്കുന്ന കോടതിക്കും നിയമപാലന സംവിധാനങ്ങൾക്ക് മുൻപിൽ മറ്റൊരു നീതിക്കും വിലയില്ലാത്ത ഒരു അവസ്ഥയാണ് ഹിന്ദു സമൂഹം പാകിസ്ഥാനിൽ എക്കാലവും നേരിട്ടിരുന്നത്. പീഡനത്തിന്റെ പലായനത്തിന്റെ പാഠങ്ങൾ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ. വീടിനകത്ത് മകളെ മാനഭംഗപ്പെടുത്തുമ്പോൾ പുറത്തു നിൽക്കേണ്ടി വരുന്ന അച്ഛന്റെ നിസ്സഹായത നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന നെഞ്ചുകീർന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ പലർക്കും ഉത്തരമില്ലായിരുന്നു. അവിടെയുള്ള സ്ഥലവും വീടുമൊന്നും അവർക്ക് വിൽക്കാനായിട്ടില്ല, ആരും വാങ്ങില്ല. കാരണം ഓരോരുത്തരായി രാജ്യം വിട്ടാൽ അവർക്കെല്ലാം അത് സ്വന്തമാക്കാമല്ലോ. നിങ്ങൾ കേട്ടതിനപ്പുറമാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീഡനങ്ങൾ എന്നാണ് അവിടെ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തിയ ഹിന്ദുക്കൾ പറഞ്ഞത്. അവർ അഭയം തേടാൻ ഇന്ത്യ മാത്രമാണ് അഭയസ്ഥാനമായി കാണുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഹിന്ദുക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള പോലീസ് സർവീസിൽ ഹിന്ദുമത വിശ്വാസികളായവർ ഉയർന്ന സ്ഥാനത്ത് എത്തുന്നത് എന്തുകൊണ്ടും ന്യൂനപക്ഷങ്ങൾക്കൊരു കരുത്തേക്കും ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കാൻ അവർ കൂടെ ഉണ്ടാകും എന്ന ഒരു ആശ്വാസത്തിലാണ് ഇപ്പോൾ ഇത്തരം വാർത്തകൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുമ്പോൾ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ കരുതുന്നത്. പാക് ഹൈദരാബാദ് സ്വദേശിയായ ഭൂരാലാൽ ഇന്ത്യയിലെത്തിയിട്ട് ഏറെ നാളായിരുന്നില്ല. ഭൂരാലാൽ ഭാര്യയ്ക്കും മകനുമൊപ്പം ജയ്പൂരിലാണ് താമസം. അവിടെ ഒരു കട നടത്തുകയാണ്. പക്ഷേ ഇവരുടെ ബന്ധുക്കൾ ഇപ്പോഴും പലരും പാകിസ്ഥാനിലാണ്. ഹൈന്ദവരുടേതായ ചിഹ്നങ്ങളൊന്നും പൊതു ഇടങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല, പൊട്ടു തൊടരുത്, കൈകളിൽ പൂജിച്ച ചരടുകൾ കെട്ടരുത്, ദീപാവലി, ഹോളി ഇതൊന്നും ആഘോഷിക്കാൻ പാടില്ല, ക്ഷേത്രഭൂമിയെല്ലാം കയ്യേറി കഴിഞ്ഞു. ഇത്തരം കഥകളാണ് പലപ്പോഴും പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. എന്തായാലും പാകിസ്ഥാനിൽ ഉയർന്ന സ്ഥാനത്ത് ഇതുപോലെയുള്ള ഹിന്ദുമത വിശ്വാസികൾ എത്തുമ്പോൾ അവിടെ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളിൽ അവരുടെ സ്ഥിതിയിൽ കുറേയേറെ മാറ്റം വരും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിലും അതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഹിന്ദുക്കളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു ആശ്വാസം. എന്തായാലും പാകിസ്ഥാനിൽ മാത്രമല്ല ബംഗ്ലാദേശിലും ഇപ്പോൾ ഹിന്ദുക്കൾ ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ എല്ലായിടത്തും എല്ലാ മതത്തിൽപ്പെട്ടവർക്കും സന്തോഷത്തോടുകൂടി, സ്വൈര്യത്തോടുകൂടി, അത് ഏത് രാജ്യത്തിന്, ഏത് മതത്തിന് മുൻതൂക്കമുള്ള രാജ്യത്തിലായാലും സന്തോഷത്തോടെ അവർക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കൊരു പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു നാൾ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് കർമാൻസ്.